നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് സാറാണ്. ഫിസിക്സിന്റെ പരീക്ഷ മാർച്ച് 1 തീയതിയാണ്. അതിന് മുമ്പുള്ള നിങ്ങൾക്ക് എല്ലാ അടിപൊളി വീഡിയോസ് എന്ന് പറഞ്ഞാൽ 100% ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അടങ്ങുന്ന 100% പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതിനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് പോവുക. നമ്മൾ ഓൾറെഡി 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാവുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ടുള്ള നോട്ട്സും കിട്ടും. അന്നേരം ഇതെല്ലാം 15 ക്വസ്റ്റ്യൻ കൊണ്ട് 30 മാർക്ക് നേടാം. ഇതെല്ലാം കണ്ട് പഠിച്ചോളുക. അടിപൊളി മാർക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ ഇതെല്ലാം. അത് നിങ്ങൾക്ക് ഉറപ്പിച്ചോണം. അല്ലെങ്കിൽ മാർച്ചിനെ തെറി പറഞ്ഞോ നിങ്ങൾ മാർച്ച് 1 തീയതി വന്നിട്ട് ഉറപ്പിച്ചോണം. ഇതെല്ലാം പഠിച്ചോണ്ടേ പോകാവുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ ഉള്ളൂ. ഇന്ന് ആദ്യത്തെ 3 ചാപ്റ്ററിനകത്ത് ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഏതൊക്കെ തരം പ്രോബ്ലംസ് ചോദിക്കുന്നു, ഏതൊക്കെ തരം എസ്സേ ചോദിക്കും, ഏതൊക്കെ തരം 2 മാർക്ക് 3 മാർക്ക് ചോദിക്കുന്നു ഒക്കെ ഉള്ളത് പറയാൻ പോവാണ്. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. അതിനകത്ത് നിങ്ങൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇലക്ട്രിക് ഡൈപോൾ, ഡൈപോൾ മൊമെന്റ്, കുളംസ് ലോ എന്താണെന്ന് പഠിക്കണം. അതിനെ വെക്ടർ ഫോമിലാക്കി പഠിച്ചിരിക്കണം. ആദ്യത്തെ ചാപ്റ്ററിനകത്ത് തന്നെ പറയുന്നത്. പിന്നെ ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും നല്ലൊരു ഡിറൈവ് ചെയ്ത് പഠിക്കണം. 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാം. ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചോണം. പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്, അതിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഗോസസ് തിയറം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. പ്രൂഫ് 3 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, ലോങ് സ്ട്രിക്ട് കണ്ടക്ടർ, യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ അപൂർവമായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കുക പഠിത്തത്തിൽ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനോടൊപ്പം ഇത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്തുനിന്ന് ഉറപ്പായിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിക്കാം. അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് വോൾട്ടാണ്. അതുപോലെ കുളമ്പ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോക്കണം. ഓർക്കുമ്പോൾ പറയുന്നതാണ്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ആൻഡ് പൊട്ടൻഷ്യൽ, ഇസിയിൽ -dV/dx. അതും ഈ പറഞ്ഞ പോലെ 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. കപ്പാസിറ്റൻസ് അത് ഫാരഡ് ചോദിക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യാണ്. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതിനകത്ത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ അതിൻ്റെ ഡെറിവേഷൻ ഇല്ല. പബ്ലിക് മോഡൽ എക്സാമിനകത്ത് തെറ്റിയതാണ്. U = ½ CV². എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ 3 മാർക്ക് ചോദിക്കാം. അത്രയും കാര്യങ്ങളാണ് 2. മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കാവുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ്റെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി നന്നായിട്ട് പഠിക്കുക. ഇത് തമ്മിലുള്ള റിലേഷൻസ് എല്ലാം നോക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ പ്രൂഫ്. റെസിസ്റ്റിവിറ്റി, ഓംസ് ലോ പഠിക്കുമ്പോൾ അതെല്ലാം ചേർത്തൊന്ന് പഠിക്കുക. ഓംസ് ലോ, ഗ്രാഫ്, റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനേഷൻ പഠിച്ചിരിക്കുക. ഇതിൻ്റെ എല്ലാ യൂണിറ്റുകൾ പഠിച്ചുകൊണ്ട് പോവുക. ഏതൊക്കെ ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ. പിന്നെ കിർച്ചോഫിൻ്റെ 2 ലോസ്, അതിനകത്തെ ജംഗ്ഷൻ റൂളും മെഷ് റൂളും, വീൻസ്റ്റൺ ബ്രിഡ്ജ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. P/Q = R/S. പിന്നെ റെസിസ്റ്റിവിറ്റി വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇത്രയും നിങ്ങൾ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയാൽ ഇതിനകത്ത് ഓർക്കുക 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 5 മാർക്കുണ്ട്. ചോദിക്കാവുന്ന പ്രോബ്ലംസ് കുളംസ് ചോദിക്കാത്തതൊന്ന് ഉള്ള പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തുനിന്ന് നമുക്ക് വലിയ രീതിയിൽ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനകത്ത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ചോദിക്കാം. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ചോദിക്കാം. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോളിനകത്ത് പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലംസിൻ്റെ നമ്മൾ പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം കിടപ്പുണ്ട്. അന്നേരം ആദ്യത്തെ ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കറക്റ്റ് ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ 100% ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങളില്ല. അന്നേരം നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് പഠിച്ചോളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നേരം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കിയിരിക്കുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും. ഇതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ വരത്തുള്ളൂ.
നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോസ്, മാർക്ക് കിട്ടുന്ന വീഡിയോസ് ഉറപ്പിക്കാം കേട്ടോ. അത് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.